ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയർ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെടുകയാണ്. എന്നാൽ കർത്താവ് അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇനി അടയാളങ്ങളൊന്നും നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടുപോകുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഈ സുവിശേഷത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, യേശുനാഥൻ അഗാധമായി നെടുവീർപ്പെടുന്നുണ്ട്, അതായത് അവിടുന്ന് സങ്കടപ്പെടുന്നുണ്ട്. രണ്ടാമത് സുവിശേഷം പറയുന്നത് അവിടുന്ന് അവരെ വിട്ടുപോയി എന്നാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് നെടുവീർപ്പെട്ടത്? കാരണം ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മുടെ 8-ാം അധ്യായമാണ് ഇപ്പോൾ ധ്യാനിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിലും അതിന് മുമ്പുള്ള വാക്യങ്ങളിലും ഒത്തിരി അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നടത്തുന്നുണ്ട്. നമുക്കറിയാം, യേശുനാഥൻ്റെ ഓരോ പ്രവൃത്തിയും വാക്കും മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. അവൻ്റെ ഓരോ അത്ഭുതങ്ങളും മനുഷ്യരോടുള്ള സ്നേഹമായിരുന്നു. അപ്പോൾ ഇത്രയേറെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടും ഇപ്പോൾ ഈ ഫരിസേയർ കർത്താവിന് മുമ്പിൽ വന്നിരിക്കുന്നത് വീണ്ടും അടയാളങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നുണ്ട്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത് അവരാരും ചോദിച്ചിട്ടല്ല, അവിടുന്ന് തന്നെ അവരുടെ ആവശ്യം മനസ്സിലാക്കി അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടും ഈ ഫരിസേയർ അവിടുത്തോട് ഒരു അടയാളം ആവശ്യപ്പെടുന്നത് അവിടുത്തെ വിശ്വസിക്കാനൊന്നുമല്ല, അവരെ തർക്കിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണ്. ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ നൽകിയാലും അവിടുത്തെ ഇടപെടലുകൾ ഉണ്ടായാലും അവിടുത്തെ മനസ്സിലാക്കാതെ വീണ്ടും അവരുടെ ജീവിതത്തിൽ അവിടത്തോട് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചില മനുഷ്യർ, ദൈവിക അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാത്ത ചില മനുഷ്യർ. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തെ ഓർത്ത് ദൈവം നെടുവീർപ്പെടുന്നുണ്ട്. അന്ന് വചനം എഴുതിയിരിക്കുന്നത് അവരെ വിട്ടുപോയി എന്നാണ്. അപ്പം ദൈവം അവരെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ അവരുടെ ഈ അകാരണമായ സംശയങ്ങളും അകാരണമായ തർക്കിക്കലും കാരണമാണ് കർത്താവ് അവിടുത്തെ വിട്ടുപോകുന്നത്. പക്ഷേ അവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്കിലും അവരെ വിട്ടുപോയെന്ന സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യരുടെ ചില കാഴ്ചപ്പാടുകളും അവരുടെ ഈ സംശയമൊക്കെ കൊണ്ടാണ് അവിടുന്ന് വിട്ടുപോയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും ദൈവം പോലും ഉപേക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടയാകും. അപ്പോൾ അങ്ങനെയുള്ള ചിന്താരീതികളും ഇടപെടലുകളും നമ്മൾ മാറ്റിവെക്കണമെന്ന് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തെ സംശയിക്കുന്ന, ദൈവത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് അവിടുത്തെ സ്നേഹത്തിന് മുൻപിൽ സംശയചിഹ്നമായി മാറുന്ന ജീവിതമാകരുത് നമ്മുടേത്. മറിച്ച് അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ സ്നേഹത്തെ മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചില സമയത്ത് ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാതിരിക്കും. പക്ഷെ അപ്പോഴും അവിടുന്ന് തന്നെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ നമുക്കുണ്ടാവണം. ഒപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും ഈ നന്മ ചെയ്യുന്ന മനുഷ്യരെ അകാരണമായി നമ്മൾ സംശയിക്കുകയും അവരോട് നമ്മൾ ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനോട് പെരുമാറുന്നത് പോലെ തന്നെയാണ്. ഈ പരിസയ മനോഭാവമാണ് നമുക്ക്. നന്മ ചെയ്യുന്ന മനുഷ്യരെ മനസ്സിലാക്കാതിരിക്കുന്നത്, അവരുടെ നന്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം വിട്ടുപോകുന്ന മനുഷ്യരായി നമ്മൾ മാറരുത്. നമുക്ക് ചുറ്റുമുള്ള നന്മ ചെയ്യുന്ന മനുഷ്യരെ അവരുടെ നന്മകളെ അംഗീകരിക്കുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.